നമസ്തേ. ഇന്ന് നമ്മള് വിഷുഫലവുമായിട്ടാണ് വരുന്നത്. അപ്പോ ഈ മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21, ഞായറാഴ്ച രാത്രി 3:21 പറയുമ്പോൾ ഏപ്രിൽ 14-ാം തീയതി ആവും. ചോതി നക്ഷത്രം 1-ാം പാദം തുലാക്കൂറിൽ ആണ് മേട വിഷു ഇതിന്റെ രവി സംക്രമം. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫലത്തിലേക്ക് കടക്കുന്നത് തന്നെ. പൊതുവെ ഒരു വിഷുഫലം പറഞ്ഞു തുടങ്ങിയാല് രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുമൊക്കെ കലഹങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ജനങ്ങളുടെ ഇടയിൽ കലഹമുണ്ടാകും. വ്യക്തിഗതമായ നേട്ടത്തിന് വേണ്ടി സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണിത്. അതേപോലെ അഗ്നി സംബന്ധമായ പ്രശ്നങ്ങള്, ദുർമരണങ്ങള്, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട്. യാത്രകളിലൂടെയുള്ള അപകടങ്ങള്, വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങളുടെ വർധനവും കാണുന്നു. മത്സര ബുദ്ധികൾ വർദ്ധിക്കും. വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. സസ്യലതാദികൾക്ക് നാശം സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ അടുത്ത വർഷം. അതേപോലെ ഉത്തര ദിക്കിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ എടുക്കേണ്ടവരൊക്കെ സർക്കാർ ഗവൺമെന്റ് ഭാഗങ്ങളിലൊക്കെ അപകടങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചില മുൻകരുതലുകൾ എടുക്കുന്നതും നന്നായിരിക്കും. ഇതാണ് വിഷുഫലത്തെ കുറിച്ച് പൊതുവെ ഒന്ന് പറയാനുള്ളത്. ഇനി ഓരോ നാളുകൾ വെച്ച് ഓരോ വ്യക്തിഗതമായ ഫലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ നക്ഷത്രം 4 നക്ഷത്രങ്ങള് വിഷുഫലം അനുസരിച്ച് മധ്യഷഡ്കത്തിലാണ് വരുന്നത്. പൊതുവെ അവർക്ക് ബഹുമാനം, സ്ഥാനഗുണം, ജനപ്രീതി, പുണ്യക്ഷേത്ര ദർശനങ്ങള്, വിശേഷ വസ്ത്ര ആഭരണ ലാഭം, ആരോഗ്യ ഗുണം, കുടുംബ സൗഖ്യം, വിവാഹ മംഗളപ്രാപ്തി, മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം, അവരുടെ പ്രീതി കിട്ടുക, പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക, വീട്, വാഹനം, വസ്തു ഇതൊക്കെ മേടിക്കുക, ക്രയവിക്രയങ്ങളൊക്കെ നടത്തുക, ഇവരുടെ വാക്കുകൾക്ക് പൊതുവെ ഒരു അംഗീകാരം ലഭിക്കുക. ഇതൊക്കെയാണ് വിഷുഫലവുമായി ബന്ധപ്പെട്ട് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ 4 നക്ഷത്രക്കാർക്കുള്ളത്. അടുത്തത് മകീര്യം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാര് അന്ത്യശൂലത്തിലാണ് വരുന്നത്. പൊതുവെ അവർക്ക് മനോദുരിതം വിട്ടൊഴിയുന്നില്ല. യാത്രകളിലൂടെ അപകടങ്ങള്, മുറിവുകള്, പിന്നെ വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നത് മാത്രമല്ല, ശ്രദ്ധിക്കുക, പൊതുവെ ഒന്ന് മൊത്തം ശ്രദ്ധിക്കുക. പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ത്വക്ക് രോഗങ്ങൾ വരാം. പിന്നെ പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക, ചില കേസുകള് ഒക്കെ വരാവുന്ന സമയമാണ്. അപ്രതീക്ഷിത രോഗാദി ദുരിതങ്ങൾ വരാം. ആയുധം മൂലം മുറിവുകള്, വിഷസംബന്ധമായ പ്രശ്നങ്ങള്, അഗ്നിസംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാവുന്ന നാളുകാരാണ് മകീര്യം, തിരുവാതിര, പുണർദം ഈ 3 നാളുകാര് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഇനി അടുത്തത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഇത്ര നക്ഷത്രക്കാര് അന്ത്യഷഡ്കത്തിലാണ് വരുന്നത്. അപ്പോ അവർക്ക് ജനങ്ങളുടെ ഇടയിലെ നേതൃത്വം, അംഗീകാരം, അധികാരപ്രാപ്തി ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. മേലാധികാരികളുടെ പ്രീതി, കർമ്മരംഗത്ത് പുരോഗതി, ഭൂമി, ഗ്രഹം, വാഹനവുമായി ബന്ധപ്പെട്ട ഈ വക കാര്യങ്ങളിലൊക്കെ ഗുണം, വിദേശ യോഗം, വിവാഹ മംഗളകർമ്മങ്ങൾക്ക് ഗുണം, വിദ്യാർത്ഥികൾക്ക് ഗുണം, നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാം, സാമ്പത്തിക ഗുണം ഇതൊക്കെയാണ് ഈ നാളുകാർക്ക് വിഷുഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ചിത്തിര, ചോതി, വിശാഖം ഈ 3 നക്ഷത്രക്കാർക്ക് ആദിശൂലം ഇതിലാണ് വരുന്നത്. അപ്പൊ വിഷുഫലവുമായി ബന്ധപ്പെട്ട് ധനനാശം, രോഗാദി ആപത്തുകള്, ചിലവുകൾ വർദ്ധിക്കാം, അവഗണനകൾ കിട്ടാം, ദ്രവ്യനാശം, നാനാവിധ രോഗങ്ങള്, കുടുംബ സമാധാനക്കുറവ്, പരമാവധി വാദപ്രതിവാദങ്ങളെയും നക്ഷത്രക്കാർ ഒഴിവാക്കുക. പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നതിലൂടെയൊക്കെ മാനഹാനിയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. അപ്പൊ അതിലൊക്കെ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കാര്യ തടസ്സങ്ങൾ വരാം, അതുമൂലം മനക്ലേശങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്.
ചിത്തിര, ചോതി, വിശാഖത്തിന് വിഷുഫലവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തത് അനിഴം, തൃക്കേട്ട, മൂലം, പുരാട, ഉത്രാടം, തിരുവോണം. ഈ നക്ഷത്രക്കാർക്ക് ആദ്യ ഷഡ്കത്തിലാണ് വരുന്നത്. സർവാഭിഷ്ട സിദ്ധി, സൽകീർത്തി, ദൈവകാരുണ്യം, പ്രവൃത്തി ഗുണം, കടബാധ്യത കുറയുക, വീട്, സ്ഥലം, ഇതൊക്കെ വാഹനം, ഇതൊക്കെ കൊടുക്കാം, വാങ്ങാം, അറ്റകുറ്റ നിർമ്മാണ പണികളൊക്കെ നടത്താം, ഇതൊക്കെയുള്ള സമയമാണ്. തീർത്ഥാടന യോഗം, ഇതൊക്കെ ഉള്ള സമയമാണ്. അടുത്തത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ 3 നക്ഷത്രക്കാര് മധ്യശൂലം എന്ന ഇതിലാണ് വരുന്നത്. ഇവർക്ക് പൊതുവെ ഒരു ഭയം ഉണ്ടാവും, പിന്നെ ബന്ധുനാശം, പിന്നെ കലഹം, സ്വജന വിരോധം, മനക്ലേശം, അപമാനം, സഞ്ചാരക്ലേശം, കുടുംബത്തില് പൊതുവെ ഒരു അശാന്തിയൊക്കെ ഉണ്ടാവുക, വിദ്യാ തടസ്സം, വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ചിലവുകൾ. ഇതൊക്കെയാണ് പൊതുവെ വിഷുഫലവുമായി ബന്ധപ്പെട്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ 3 നക്ഷത്രക്കാർക്ക് വരുന്നത്. ശ്രദ്ധിക്കുക. അടുത്ത ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് മധ്യഷഡ്കത്തിലാണ് വരുന്നത്. ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുക, പ്രവൃത്തി ഗുണം ഉണ്ടാവുക, ജനപ്രീതി ഉണ്ടാവുക, വസ്ത്ര ആഭരണ ലാഭം, പിന്നെ ആഗ്രഹ സഫലീകരണം, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാം, വീട്, വസ്തു, വാഹനം ഇതൊക്കെ മേടിക്കാം, കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം, ക്രയവിക്രയങ്ങളൊക്കെ നടത്താം, അറ്റകുറ്റപ്പണിയൊക്കെ നടത്താം വീടിന്റെ. അപ്പോ പൊതുവെ വിഷുഫലം ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഗുണമാണ്. ഈ വിഷുഫലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് തന്നെ ജീവിതത്തില് പൂർണ്ണമായും അനുഭവത്തിൽ വന്നോളെന്ന് പറയാൻ കഴിയില്ല. മറ്റ് സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ജാതകഫലം സ്വാധീനിക്കും, ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ സ്വാധീനിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫലങ്ങളെ പൊതുവെ നിരൂപണം ചെയ്ത് അനുഭവയോഗമാകുന്നതിന് ആവശ്യമായ രീതിയിൽ എത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു കാര്യം അങ്ങനെയാണ്, വിഷുഫലം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം മുഴുവൻ അങ്ങനെ ആയിക്കൊള്ളണം എന്ന് യാതൊരു അർത്ഥവുമില്ല. വിവിധങ്ങളായ കാര്യങ്ങളെ വിലയിരുത്തി അതിൽ നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യമായവ ഒക്കെ വിലയിരുത്തി പറയുക എന്നുള്ളതാണ് ഒരു ജ്യോതിഷ സംബന്ധമായ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അത് വിവിധങ്ങളായ കാര്യങ്ങൾ, വിഷുഫലം മാത്രമല്ല ജീവിതത്തെ ആധാരമാക്കേണ്ടതെന്നാണ് പറയാം. പൊതുവെ ഈ പറയുന്നതും വിഷുഫലത്തെയും ചാരഫലത്തെയും ഒക്കെ ആധാരമാക്കിക്കൊണ്ടുള്ള ഫലങ്ങളാണ് ഞങ്ങൾ ഈ ഒരു വർഷത്തെ വിഷുഫലം എന്ന രീതിയിൽ പറയാൻ പോകുന്നത്. വിഷുഫലത്തിന് ആമുഖമായിട്ട് അതാണ് പറഞ്ഞത്. ഇനി ഓരോ കൂറുകാരുടെ അടുത്ത് പ്രത്യേകം പറയാം. അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന ഒരിതാണ്. അതിൽ വിഷുഫലവും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. കാരണം ഇതൊക്കെ ഒരു സൂചകങ്ങളാണ്. ഇത് അങ്ങനെ തന്നെ ജീവിതത്തിൽ ബാധിച്ചുകൊള്ളണം എന്നൊന്നുമല്ല. പക്ഷെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കൂറുകാരും നാളുകാരൊക്കെ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാതക ഫലമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുള്ളത്. ഒരു പ്രയാസം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകാതിരിക്കാൻ ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നർത്ഥം. അപ്പോ ഇപ്പോൾ ഞാൻ പറയുന്നത് മേടക്കൂറുകാരുടെ ഫലമാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് 12ൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ഇടപെടലുകൾ നിമിത്തമൊക്കെ കർമ്മവിഘ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതേപോലെ നീച ജന സംസർഗത്തിലൂടെ അധികമായ ചിലവുകൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ വിഷുഫലം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെ. സ്വാർത്ഥപരമായ പെരുമാറ്റങ്ങൾ, വാക്കുകളൊക്കെ അവർക്ക് ഈ മെയ് മാസം കഴിഞ്ഞാൽ വരാനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ വരാതിരിക്കുക. അത് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ കലഹങ്ങൾക്ക് സാധ്യത വരുത്തും. ധനപരമായ കാര്യത്തിലെ ഗുണകരമാണ്. ആത്മീയ കാര്യത്തിലൊക്കെ കുറച്ച് താല്പര്യം കൂടും മേടക്കൂറുകാർക്ക്. വിവാഹയോഗവും അതേപോലെ യോഗവും ഒക്കെ മേടക്കൂറുകാർക്ക് വരും. ധനപരമായ കാര്യത്തിലും അതിലെ മറ്റ് കാര്യത്തിലാണെങ്കിലുമൊക്കെ ഒരു സ്വാർത്ഥത ഒന്ന് കുറച്ചാല് ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. മാന്യതയും ധനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് മേടക്കൂറുകാർക്ക്. എന്നാൽ സന്താന ക്ലേശങ്ങൾ, സന്താനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുമായി അകന്ന നിലക്കലുകളൊക്കെ ഉണ്ടാകാം.
അത് എങ്കിലും മക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ മേടക്കൂറുകാർ വേണം, കൊടുക്കണം. മെയ് പകുതി മുതല് ഒരു കാര്യങ്ങൾക്ക് അശ്രദ്ധമായ കാര്യങ്ങൾ, ബുദ്ധിഭ്രംശം, ഉന്മാദം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടും ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടും ഒക്കെ, മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടുണ്ടാവുന്ന കേസുകൾ, എടുത്തുചാട്ടം മൂലം ഉണ്ടാകുന്ന കേസുകൾ, ശിക്ഷകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് മേടക്കൂറുകാര് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ പോകുന്നത് വളരെ അവരുടെ ജീവിതം ഭംഗിയാക്കാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങളിത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്കിപ്പോ ശനി 2ാം ഭാവത്തില് സഞ്ചരിക്കുകയാണ്. ശരി, 2ാം ഭാവത്തിലല്ല. ശരി, 2ാം ഭാവത്തിലല്ല. ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം. ധനവർദ്ധനവ്, സന്താന സൗഖ്യം, ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, അംഗീകാരങ്ങൾ ലഭിക്കുക, തീർത്ഥാടന കാര്യങ്ങളില് താല്പര്യം തോന്നുക, ധനവും സാമർഥ്യവും കൂടുക. ഇതൊക്കെയാണ് അടുത്ത വർഷം, ഈ ഒരു വർഷം ഉണ്ടാവാൻ പോകുന്നത്. എങ്കിലും ധനസമ്പാദ്യം കുറയും. കടം കൊടുത്താല് തിരികെ കിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെ ആയിരിക്കും. മെയ് പകുതി മുതല് ഒരു വർഷത്തേക്ക് ശ്രദ്ധിക്കുക. വാഹന അപകടങ്ങള് ശ്രദ്ധിക്കുക. മാതൃദുരിതമൊക്കെ ഉണ്ടാകും. അന്യദേശവാസവും കർമ്മരംഗത്ത് വൈഷമ്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. പൊതുവെ ഇടവക്കൂറുകാർക്ക് ശനി 11ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വിഷുഫലം അവർക്ക് അത്ര അനുകൂലമല്ല. അപ്പൊ ഈ രണ്ടും കൂടി കണക്കുകൂട്ടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഒരു കാര്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കുക. വിഷുഫലം കേൾക്കുന്നവരാണെങ്കിലും അത് മാത്രമല്ല ആശ്രയം. നമ്മുടെ ജാതക ഫലങ്ങൾ, ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ, ഇങ്ങനെ പലതും കൂടിച്ചേർന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമുക്ക് നൽകുന്നത്. അപ്പോ നമ്മളുടെ ശ്രദ്ധ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് വരാതിരിക്കാൻ സഹായിക്കും. അതിനാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുക. മിഥുനക്കൂറ്, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് വിഷു മുതൽ അടുത്ത വിഷു വരെ വരാവുന്ന കാര്യങ്ങൾ. ശനി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ധനഗുണം, കർമ്മപുഷ്ടി, ധൈര്യം, വിദേശസുഖം ഇതെല്ലാം മെയ് പകുതി മുതൽ വരും. ഇപ്പൊ ശനി 10ൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയല്ലേ എന്ന് ചോദിച്ചാൽ കണ്ടകശനിയാണ്. പക്ഷെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഫലമാണ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. ബന്ധുക്കൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവും. സഹോദര സ്ഥാനീയരുമായി കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണകരമല്ല. അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഈ വർഷങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങും. ആരോഗ്യപരമായിട്ട് മാതാപിതാക്കൾക്ക് അത്ര മേന്മയുള്ളതായിരിക്കില്ല. ശൗര്യവും ധൈര്യവും വർദ്ധിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ശത്രുക്കളാകാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കലഹങ്ങളിലും അക്രമകാര്യത്തിലൊക്കെ ചെന്ന് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം. വെറുതെ കലഹങ്ങൾ ഉണ്ടാക്കി അടിപിടിയൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. ധൈര്യവും ശൗര്യവും ഒക്കെ വർദ്ധിക്കുന്നതിനാല് അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മാനസികമായ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള സമയമാണ്. ലഹരി പദാർത്ഥങ്ങളെ പോലുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പങ്കാളിയുമായി സന്തോഷത്തോടെ പോകാൻ കഴിയും. കൂട്ടു സംരംഭങ്ങൾ നേട്ടമുണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ചില നേട്ടങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. വാക്കുകളും പ്രവർത്തികളും ഒക്കെ മിഥുനക്കൂറുകാരെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ വാക്കുകളൊക്കെ പ്രവർത്തികളൊക്കെ ഒന്ന് കരുതലും ശ്രദ്ധയോടും കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് മിഥുനക്കൂറുകാർക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടത്തില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കർക്കിടക്കൂറുകാരുടെ കാര്യമാണ്. കർക്കിടക്കൂറാണെങ്കിൽ പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രമാണ് കർക്കിടക്കൂറ്. ശനി 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ദേഹാധിഷ്ഠതകൾ അവർക്ക് വിട്ടൊഴിയുന്നില്ല. പിന്നെ ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ്. പങ്കാളിക്ക് ഭാഗ്യം, പങ്കാളിയെ കൊണ്ടുള്ള ഗുണം ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. എങ്കിലും മക്കളെ കൊണ്ടുള്ള മനക്ലേശങ്ങള്, അവരിൽ നിന്നുള്ള സഹായം കുറയുക ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ മൂലം
ഭാഗ്യഹാനി, അതായത് രഹസ്യ ബന്ധങ്ങൾ മൂലം ഭാഗ്യഹാനി സംഭവിക്കാവുന്ന സമയമാണ്. അതുകൊണ്ട് ജീവിതമൊക്കെ സുതാര്യമായിട്ട് മുന്നോട്ട് പോവുക. വാക്കുകളിൽ പാരുഷ്യം, അതായത് കഠോരത കൂടുന്ന സമയമാണ്. അപകടങ്ങൾ മൂലം മനോദുരിതങ്ങൾ അനുഭവിക്കേണ്ട സമയമാണ്. രോഗാദി ദുരിതങ്ങൾ വർദ്ധിക്കാവുന്ന വർഷമാണ്. ധനച്ചിലവുകൾ വരാം. പൊതുവെ കർക്കിടകൂറുകാർക്ക് മനസ്വസ്ഥ കുറയുന്ന ഒരു വർഷമാണ്. ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പരിഹാരം അത് മാത്രമേ ഉള്ളൂ. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ശനി 8-ൽ സഞ്ചരിക്കുകയാണ്. പൊതുവെ മനസ്സുഖം കുറയും. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടത്തിൽ പൊതുവെ മനസ്സുഖം കുറയും. പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാവാം. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പല സുഹൃബന്ധങ്ങളും അനുകൂലമല്ലാത്ത രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കാം. അതൊക്കെ ശ്രദ്ധിക്കണം. ദേഹാരിഷ്ടതകൾ വർദ്ധിക്കും. വിദേശത്തുള്ളവർക്ക് സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കാം. നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായിട്ടൊക്കെ വരാം. കാര്യങ്ങളിൽ തടസ്സവും ഭയവും ഒക്കെ കൂടും. പനി പോലുള്ള അസുഖങ്ങൾ പൊതുവെ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ശാരീരികമായ അസ്വസ്ഥതകൾ കൂടുതലായിട്ടുണ്ടാവും. മെയ് പകുതി മുതൽ ചില കർമ്മരംഗത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് ഗുണകരമാണ്. സന്താന ഗുണങ്ങൾ ഉണ്ടാവും. മക്കളെ കൊണ്ടൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ധനപരമായ കാര്യങ്ങളില് ചിലവ് കൂടുതലായിട്ട് വർദ്ധിക്കും. ചിലവ് വർദ്ധിക്കും. നമുക്ക് കിട്ടാനുള്ള ധനം, കടം കൊടുത്തതോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ധനം കിട്ടാതിരിക്കുകയും ചെയ്യും. ഇനി കന്നി, ശനി 7 സഞ്ചരിക്കുകയാണ്. ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ശ്രദ്ധിക്കുകയാണ്. ഈ വിഷുഫലമൊക്കെ കൂടി നോക്കുമ്പോൾ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം. സന്താന ഗുണം, ധനഗുണം, ദേഹസൗഖ്യം, അതിലെ കുടുംബ സൗഖ്യം ഒക്കെ ഉണ്ടാവും. പ്രമേഹം, ത്വക്ക് രോഗങ്ങൾ ഇതൊക്കെ വന്നു വരാം. നേത്രരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അമിത ചെലവുകൾ വരാം. അത് ഒഴിവാക്കുക. വിദേശവാസമൊക്കെ ഉണ്ടാവാം. കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകും. പങ്കാളിക്ക് പൊതുവെ നേട്ടങ്ങളാണ് ഈ ഇത് വെച്ചുകൊണ്ട്. കർമ്മഗുണം ഉണ്ടാകും. എങ്കിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗത്ത് കലഹങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തുലാക്കൂറുകാരുടെ കാര്യമാണ്. ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുള്ള ഒരു വർഷമാണ്. ദേഷ്യമൊക്കെ കൂടുതൽ വരാം. അത് ശത്രുക്കളെ ഉണ്ടാക്കാം. ഈ സ്ത്രീകൾ നിമിത്തം ഭാഗ്യവൃദ്ധി മെയ് പകുതി മുതലൊക്കെ വരാവുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കേണ്ടത് കോടതി വ്യവഹാരങ്ങളും വരാവുന്ന സമയമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പെരുമാറുക. കടബാധ്യതയൊക്കെ വന്നു ചേരാം. തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാനുഭവങ്ങൾ വരാം. സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാനുഭവങ്ങൾ വരാം. വിദ്യാകാര്യങ്ങളിൽ ഒരു ബുദ്ധിമാന്ദ്യം, അത് ഒരു അലസത, ഒരു താല്പര്യക്കുറവ് ഒക്കെ സംഭവിക്കാവുന്ന സമയമാണ്. അത് പരാജയങ്ങളും ഉണ്ടാക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പൊതുവെ വാക്കും പ്രവൃത്തികളും ഒക്കെ ശ്രദ്ധിച്ചു പോയാല് സൗഖ്യവും ഭാഗ്യവും ഒക്കെ തുലാക്കൂറുകാർക്ക് മെയ് പകുതി മുതൽ വന്നു ചേരാവുന്ന വർഷമാണ്. ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം, ദേഷ്യം ഇതൊക്കെയാണ്. എടുത്തുചാടി പ്രവർത്തിക്കാതിരിക്കുക ഒരു കാര്യത്തിലും. അതാണ് തുലാക്കൂറുകാർ ചെയ്യേണ്ടത്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ശനി 5-ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ജാതകത്തിലും കൂടെ ആണെങ്കിൽ വിഷുഫലവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ധനപുഷ്ടി, പ്രവൃത്തി സാമർഥ്യം, ഈശ്വരഭക്തി, ബഹുമാന്യത ഒക്കെ ഉള്ള സമയം, അതൊക്കെ കിട്ടുന്ന സമയമാണ്. എങ്കിലും സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് പകുതിക്ക് ശേഷം പെട്ടെന്നുള്ള ഒരു ജനച്ചെലവൊക്കെ ഉണ്ടാവും. ദാമ്പത്യ സുഖക്കുറവുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക. വാഹനാപകടങ്ങള്, മാതൃദുരിതം, ശത്രുക്കളുടെ അഭിവൃദ്ധി, ശത്രുക്കൾ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ശത്രുത ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. അത് ശ്രദ്ധിച്ചോളണം. കർമ്മരംഗത്ത്
കൂടുതൽ ശ്രദ്ധിക്കണം. തൊഴിലംഗത്തൊക്കെ ശത്രുക്കൾ കൂടുതൽ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അവർക്ക്. വാക്കുകളിലൊക്കെ ഒരു ഇത് വേണം. അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം സൂക്ഷ്മതയോടെ കൂടെ കൈകാര്യം ചെയ്യണം, ഏത് തൊഴിൽ മേഖലയിലുള്ളവരാണെങ്കിലും. കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളുടെ തലത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തികൾ മൂലവും ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച്. കർമ്മരംഗത്ത് ദുഷ്പ്രവർത്തിക്കും അതുമൂലം ധനനാശത്തിനും മനോവ്യസനത്തിനുമൊക്കെ യോഗമുള്ള സമയമാണ്. പെട്ടെന്നുള്ള ഭൂമി ലാഭം ഒക്കെ ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ശ്വാസം മുട്ട് പോലുള്ള അസുഖമുള്ളവർ, അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ, ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ശനി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോ. ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കാനും ധനപരമായ കാര്യത്തിൽ അപ്രതീക്ഷിത ധനസഹായങ്ങളും ഒക്കെ ലഭിക്കാവുന്ന സമയത്തിലൂടെയാണ് ധനുക്കൂറുകാർ കടന്നു പോകുന്നത്. എങ്കിലും ശത്രുക്കളുടെ അഭിവൃദ്ധിയും ഈ വർഷം ഉണ്ടാകും. ഭൂമി, വീട്, വാഹനം എന്നിവയ്ക്ക് യോഗം. ഇവയുടെ ക്രയവിക്രയങ്ങൾക്ക്, അറ്റകുറ്റപ്പണികൾക്ക് ഇതൊക്കെ യോഗമുള്ള സമയമാണ്. മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് പിതൃസ്ഥാനീയർക്ക് രോഗാദുരിതങ്ങൾ ഉണ്ടാകാം. മെയ് പകുതി മുതൽ അംഗീകാരങ്ങള്, ധനലാഭം, സഹോദര ഗുണം, വിദേശ ഗുണം, വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ യോഗമുണ്ട്. എന്നാലും ഒരു അധാർമികമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ തോന്നുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാകാം. ഒരു വിരക്തി, ജീവിതത്തിൽ ഒരു വിരക്തിയും അകന്നു നിൽക്കലും ഒക്കെ, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കലും ഒക്കെ ഉണ്ടാകാവുന്ന വർഷം കൂടിയാണ് ധനുക്കൂറുകാർക്ക്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മകരക്കൂറ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശനി 3 സഞ്ചരിക്കുന്നു. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ബുദ്ധിശക്തി വർദ്ധിക്കും. എങ്കിലും മെയ് പകുതി മുതൽ ദൈവാധീനം കുറയും. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. വാക്കുകൾ മൂലം തൊഴിലംഗത്ത് ചില വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ധനനാശത്തിനും സാധ്യതയുണ്ട്. പിതൃദുരിതങ്ങൾ ഉണ്ടാവും. പിതൃദുരിതങ്ങൾ എന്ന് പറഞ്ഞാല് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്കുണ്ടാവും. അതെ, കാരണന്മാരൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പല കാര്യങ്ങൾക്ക് തടസ്സം വന്നിട്ടാണ് നടക്കുകയുള്ളൂ. ചില അപകടങ്ങളൊക്കെ കരുതിയിരിക്കുക. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ താല്പര്യം തോന്നാതിരിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരുമായി കലഹങ്ങൾക്ക് സാധ്യത. മാതാവുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇവിടെ പ്രത്യേകിച്ച് പറയും, മാതൃ പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് കലഹങ്ങള്, പ്രയാസങ്ങളൊക്കെ ഉണ്ടായാല് അവരെയൊക്കെ ശാപദുരിതങ്ങൾ കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ ഗതി പിടിക്കില്ല. പരിഹാരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഈ ശാപദുരിതങ്ങളെ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഈ മകരക്കൂറുകാരൊക്കെ പ്രത്യേകിച്ച് അത് പറയുന്നതിന്റെ കാരണം അതിനുള്ള സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. അപ്പൊ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വേണ്ട രീതിയിൽ ശ്രദ്ധയും കരുതലും ഒക്കെ എടുക്കണം എന്നർത്ഥം. ഓക്കെ. അടുത്തത് കുംഭക്കൂറുകാരുടെ കാര്യമാണ്. അവിട്ടത്തിന്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. ശനി 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 7 ശനിയുടെ അവസാന കാലഘട്ടമാണ്. ഇവർക്കും മനോവ്യസനങ്ങൾ വിട്ടൊഴിയുന്നില്ല. എങ്കിലും ധനപരമായിട്ട് ഗുണമാണ്. സന്താനഭാഗ്യം, ഐശ്വര്യം, കുടുംബസുഖം ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. സംസാരത്തിലെ ഒരു സൗമ്യത, പിന്നെ ധർമ്മിഷ്ഠത, വാചാലത ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം. അവരുടെ ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ധനപുഷ്ടി ഉണ്ടാകും. ഈ ധനം സ്വന്തക്കാരേക്കാൾ മറ്റുള്ളവർക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. ആരോഗ്യകാര്യത്തില് ത്വക്ക് രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ്. കോടതി വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അഗ്നിസംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവര്, അല്ലെങ്കിൽ ആയുധമൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്നവര് ഇതൊക്കെ ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാം. ധനനാശമൊക്കെ സംഭവിക്കാം. വിഷസംബന്ധമായ കാര്യങ്ങളും ആരോഗ്യരംഗത്ത് ഉണ്ടാകാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തില് കുംഭക്കൂറുകാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. മീനക്കൂറ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിലും ഈ വർഷം
പൊതുവെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. വീടൊക്കെ വാങ്ങാൻ യോഗമുണ്ട്. അതേപോലെ വീട് വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് അതിനുമുള്ള യോഗമുണ്ട്. മാതൃസൗഖ്യമൊക്കെ ഉണ്ടാവും. ധനപരമായ ഗുണങ്ങളുണ്ടാവും. പക്ഷെ സഞ്ചാര ക്ലേശങ്ങൾ അനുഭവിക്കാം. വിഷ അഗ്നി ഭയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദൂരദേശ ഗമനം, അതേപോലെ വിരഹ ദുഃഖമൊക്കെ വരാം. വാചാലത അല്പം കൂടും. അത് ദോഷകരമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വാത്വിക ഭാവമൊക്കെ ഉണ്ടാവും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവും. നാൽക്കാലികൾക്കൊക്കെ നാശമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ശാരീരികമായും മാനസികമായും അല്പം ക്ലേശങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ഇത് ഒരു പൊതുഫലമാണ്. ഇതൊരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കി വേണം ഇതിനെ നിങ്ങൾ സമീപിക്കാൻ. ഇത് ഒരിക്കലും ആരുടെയും ജാതകഫലമൊന്നുമല്ല. ഇതും ജാതകഫലവുമൊക്കെ ഒന്നിച്ചു ചേരുന്നതാണ് ജീവിതത്തിന്റെ ഫലമായിട്ട് നമുക്ക് വരിക എന്ന് മനസ്സിലാക്കുക. നക്ഷത്രവും ചാരഫലവും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അതെ, പരിഹാര കർമ്മങ്ങളൊക്കെ ദോഷങ്ങളുള്ള സമയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരിഹാരം ചെയ്താൽ മതി. ഇത് കലിയുഗത്തിലെ വലിയ പരിഹാരങ്ങളെക്കാൾ കൂടുതൽ നാമജപമാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്റെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചറിയാം. യൂട്യൂബിൽ ഞാൻ ദിവസഫലം ഇടുന്നുണ്ട്. അത് എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദോഷങ്ങൾ വരാതിരിക്കാൻ ഈശ്വര നാമമൊക്കെ ജപിച്ച് ക്ഷേത്ര ദർശനമൊക്കെ എടുത്ത് ആ ജീവിതം സുഖകരമാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്തേ.